പോടാ. നീ പോടാ. നിന്നെ ഞാൻ. അല്പനും ചെൽപ്പനും. ഡാ നിർത്ത്. എന്താ പ്രശ്നം? ഞാൻ കാല് തെറ്റി വീണപ്പോൾ ഇവൻ ചിരിച്ചു. വീഴുന്നത് കണ്ടാൽ ചിരി വരില്ലേ? എനിക്ക് ദേഷ്യം വന്നു. ഞാനൊരു ഇടി കൊടുത്തു. ഞാനും തിരിച്ചൊരു ഇടി കൊടുത്തു. അപ്പോൾ ഞാനും തിരിച്ചു കൊടുത്തു. അപ്പോൾ ഞാനും തിരിച്ചു. മതി തിരിച്ചത് മതി. ഒരാൾ വീഴുമ്പോൾ ചിരിക്കുകയല്ല വേണ്ടത്. പിന്നെ ചുളുവിൽ ഉപദേശിക്കാൻ പറ്റിയ ചാൻസാ. ഒരാൾ വീഴുമ്പോൾ രണ്ടാമൻ കരയണം. കരച്ചിൽ വന്നില്ലെങ്കിൽ കരഞ്ഞു കാണിക്കണം. അത് കണ്ടാൽ ഒന്നാമനും വെറുതെ ഇരിക്കരുത്. തിരിച്ചും കരഞ്ഞു കാണിക്കണോ സൂത്ര? അല്ല, കരയുന്ന രണ്ടാമനെ ആശ്വസിപ്പിക്കണം. അന്നേരം ആശ്വസിപ്പിച്ചതിന് രണ്ടാമൻ നന്ദി പറയണം. നന്ദി പറയുന്നത് കേട്ടാൽ ഒന്നാമൻ സന്തോഷം പ്രകടിപ്പിക്കണം. അതെങ്ങനെ പ്രകടിപ്പിക്കും? ചിരിച്ച് തുള്ളിച്ചാടിയാൽ മതി. വാ ജൽപ്പ, നമുക്ക് അതുപോലെ ചെയ്യാം. ശരി അൽപ്പ. ഉപദേശം കുറച്ച് ഓവറായോ എന്നൊരു സംശയം. ഞാൻ വീണാൽ താനും കരഞ്ഞു കാണിക്കണേ? അല്പനും ചെൽപ്പനും അവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ. നിങ്ങളിതുവരെ പോയില്ലേ? അൽപ്പൻ വീണതിന് ഞാൻ കരഞ്ഞു കാണിച്ചു. അന്നേരം അൽപ്പൻ ആശ്വസിപ്പിച്ചു. അന്നേരം ഞാൻ നന്ദി പറഞ്ഞു. അൽപ്പൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി. ആ ചാട്ടത്തിൽ അൽപ്പൻ കാല് തെറ്റി പിന്നെയും വീണു. വീഴ്ചയിൽ ബോധവും പോയി. ഇനി ഇവനൊന്ന് ഉണർന്നിട്ട് വേണം എനിക്ക് കരഞ്ഞു കാണിക്കാൻ.